ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ്. കർക്കിടക മാസം തുടങ്ങിയിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല. ഇന്നലെയൊക്കെ ആയിട്ടാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഓർത്തു എന്നാൽ പിന്നെ കർക്കിടക കഞ്ഞി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കർക്കിടക കഞ്ഞി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഉലുവ കഞ്ഞിയാണ്. കർക്കിടകത്തിൽ ഉണ്ടാക്കുന്ന ഉലുവ കഞ്ഞിയാണ്, പക്ഷെ മറ്റേ മരുന്ന് കഞ്ഞിയല്ല. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അതാണ്. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞോ. അപ്പൊ ഉലുവക്കഞ്ഞിക്ക് ആവശ്യത്തിനായ ഉലുവ, 1/4 കപ്പ് ഉലുവ, അത് തലേ ദിവസം വെള്ളത്തിൽ ഇട്ടത്. പിന്നെ പച്ചരി എടുത്തേക്കണേ. വേറെ എന്തൊക്കെ അരി ഇടാം, അതറിയാൻ പാടില്ല. അതിന് കുറെ അരി അമ്മച്ചി പറഞ്ഞു തന്നായിരുന്നു, പക്ഷെ നമുക്ക് അതിന്റെ ഒന്നും പേര് ഓർമ്മ ഒന്നുമില്ല. ഇതിനകത്ത് ഉള്ളത് പച്ചരിയാണ് ഉപയോഗിക്കാൻ പറ്റിയ. 1/2 കപ്പ് പച്ചരി. പിന്നെ തേങ്ങാപ്പാല്. ഇത് ഫസ്റ്റ് തേങ്ങാപ്പാല്. അത് ജീരകം ഇട്ടിട്ട് കുറച്ച് ജീരകവും കൂടി ഇട്ട് തേങ്ങയിൽ അരച്ചെടുത്ത് പാലാക്കിയതാ. ഫസ്റ്റ് സെക്കൻഡിന് ഉണ്ടാക്കി വെച്ചിട്ട്. പിന്നെ ശർക്കര. അപ്പോൾ ഇനി ശർക്കര കൂടി വേണം. അത് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് റെഡിയാക്കി ചീവി അതിനകത്തോട്ട് ഇടാം. പിന്നെ പച്ചരി വെള്ളത്തിൽ ഇടണമെന്നില്ല, അപ്പൊ തന്നെ കഴുകി വേവിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. ഈ പച്ചരിയും ഉലുവയും കൂടി ഒരുമിച്ചിട്ട് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാൻ പോണം. പച്ചരി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മള്. ഉലുവ പിന്നെ നമ്മൾ ഇന്നലെ തലേ ദിവസം, അതായത് ഇന്നലെ ഒരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പൊ നമ്മള് ഇന്നലെ രാത്രി തന്നെ ഉലുവ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം കളയണ്ട. ഈ വെള്ളത്താടെ കഴുകിയാണ് ഉലുവ ഇട്ടിരിക്കുന്നത്. ഈ വെള്ളത്താടെ തന്നെ ഇതിനകത്തോട്ട് ഇട്ടാ മതി. പിന്നെ പോരാത്ത വെള്ളം ചേർക്കണം. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന അരിയുടെ അളവിനനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടി ഇടണം. പിന്നെ നമ്മൾ ആവശ്യമുള്ള വെള്ളം കൂടി കഴിച്ച് അടച്ചു വെച്ച് വേവിക്കാൻ പോകണം. എത്ര വിസിൽ അടിക്കണം? 2 വിസിൽ. അതെ, നമ്മുടെ കഞ്ഞി അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് പാകത്തിന്. അപ്പൊ നമ്മുടെ വെന്ത കഞ്ഞിക്കകത്തോട്ട് ഇതിനകത്തോട്ട് ആവശ്യമുള്ള ശർക്കര അരിഞ്ഞിടാൻ പോവാണ്. ചീവി ഇടണം. ശർക്കര ഇടാതെയും കഴിക്കാം, ഉപ്പിട്ടും കഴിക്കാം, പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാം. മധുരമാണെന്ന് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അതുമല്ല ഈ ഉലുവയ്ക്കൊരു ചുവയുണ്ടല്ലോ. അത് നേരാ. ഉലുവയ്ക്കൊരു ചുവ വരുമ്പോ മടുപ്പ് തോന്നും. ഒഴിവാക്കാൻ നമുക്ക് ശർക്കര ശർക്കര ഉപയോഗിക്കാവുന്നതാണ്. വെള്ളി അടിച്ച് ഇതിനിടയ്ക്ക് കറണ്ട് പോയ കാരണം കുറച്ച് ഡിലേ ആയി. പിന്നെ ഞങ്ങൾ ബാറ്ററിയില് ട്യൂബ്ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വീണ്ടും സംഭവം തുടങ്ങി. അല്ലെങ്കിൽ നമ്മളിപ്പോ അടുക്കളയിൽ വെച്ച് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങി കഴിഞ്ഞാൽ അപ്പം കറണ്ട് പോകും. മഴ ആയതുകൊണ്ടായിരിക്കും. പോയ വരത്തുമില്ല. ഇനിയിപ്പം വൈകുന്നേരം നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ആവശ്യമുള്ള ശർക്കര കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ശർക്കര തീ കൊടുക്കണ്ടേ? ഗൈസ്, നമ്മൾ തീ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. തീ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാലൊഴിക്കാം. 2ാം പാലൊഴിക്കാം. പിന്നെ ജീരകം ഇതിലിട്ട് തേങ്ങാപ്പാലാക്കിയതാണ്. അല്ലാതെ അങ്ങനെ ആക്കണം എന്നില്ല. അവസാനം ജീരകം പൊടിച്ചാണ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഈ പാലിനകത്ത് കിടന്ന് ഒന്നും കൂടി വെന്ത് ശർക്കര കൂടിപ്പോയി സാരില്ല, നല്ല മധുരം കിട്ടും. അപ്പൊ 1/4 പാലും കൂടി വെച്ചേക്കും. അപ്പൊ നമ്മുടെ ഇത് നല്ലവണ്ണം തിളയ്ക്കാൻ തുടങ്ങി. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതിനാണ്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കാൻ പോവാണ്. 1/4 പാലും കൂടി ഒഴിച്ചേക്കാൻ പോവാം. നമ്മൾ ഉദ്ദേശിച്ച കഞ്ഞിയായിരുന്നു. ഇപ്പൊ കഞ്ഞിയാണോ പായസമാണോ എന്നൊരു സംശയമുണ്ട് കളർ കണ്ടിട്ട്. അത് നേരെ നല്ല കിടിലം പായസം പോലെ ഉണ്ട്. എന്തായാലും മറ്റേ ഉലുവയുടെ ചവർപ്പൊന്നും ഉണ്ടാവില്ല, മധുരം. എങ്ങനെയുണ്ട്? സെറ്റാണോ? ഇത് കൊള്ളാം. കുറച്ച് ഉലുവ ഏലക്കയും കൂടി പൊടിച്ചിട്ട് നെയ്യ് കഞ്ഞി പായസമായി. തമ്മിലിട കഞ്ഞി പായസമായ. അപ്പഴത്തേക്ക് നമ്മുടെ ഇത് തിള വന്ന് തുടങ്ങി. അതിന് മുമ്പ് ഒന്ന് ഓഫ് ചെയ്തേക്കാം, കാരണം തേങ്ങാപ്പാലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് ഇതായി പോകും. അപ്പോൾ നമ്മളിത് കഞ്ഞി റെഡിയായി, ഓഫ് ചെയ്ത് കഴിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ കഞ്ഞി റെഡിയായി. ഞാൻ ആദ്യം തന്നെ സീറ്റ് പിടിച്ചു. നമ്മുടെ ബോളും റെഡി ആയിട്ടുണ്ട്. ബോളല്ല, പാത്രം. നമ്മുടെ കഞ്ഞി എത്തി.
കഞ്ഞി കാണിച്ചു തരാം. കണ്ടാ സൂപ്പർ കഞ്ഞി. മറ്റേ ഉലുവയുടെ മണം ചെറുതായിട്ട് തന്നെ ഉണ്ട്. കർക്കിടക കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എനിക്ക് കൊടുത്താ ചെറിയ സ്പൂണോ ചെറിയ പിള്ളേർക്ക്. മധുരം കൂടിപ്പോയോണ്ട് ഇപ്പൊ മധുരം കുറഞ്ഞു പോയല്ലോ. ആ രണ്ടാമത്തെ തേങ്ങാപ്പാൽ വെച്ചില്ല. ഞാൻ നോർമൽ മധുരല്ലേ, കുത്തലില്ല. എന്തായാലും നമ്മള് ടേസ്റ്റ് മറ്റേ ഉലുവയുടെ അറിയാനില്ല, പക്ഷെ ഒരു മണമുണ്ട് ജീരകത്തിന്റെ. ആ ഉലുവയുടെ ചെറിയൊരു മണമുണ്ട്. ചിലപ്പോ ഉലുവ കയറി കടിക്കുമ്പോ ഒരു കയ്പ് വരുന്നുണ്ട്. ഞാൻ കടിക്കാത്തോണ്ടായിരിക്കും. ഞാൻ കടിച്ചില്ല. പക്ഷെ എന്തായാലും ഓവറോൾ അടിപൊളിയായിട്ടുണ്ട്. പായസം കുടിക്കുന്ന പോലെ ഉണ്ടല്ലേ. എനിക്ക് മണം കുറച്ച് ഇഷ്ടപ്പെടാറുണ്ട്. നേരം ടേസ്റ്റ് കുഴപ്പമില്ല. പായസത്തിന്റെ ഫീൽ തന്നെയാണ്. എന്നാലും കർക്കിടക കഞ്ഞി അങ്ങ് കുടിച്ച്. ഇത് സത്യം പറഞ്ഞാൽ 3 ദിവസം 5 ദിവസം 7 ദിവസം അങ്ങനെ ഉണ്ടാക്കി കുടിക്കണമെന്നാണ് എന്റെ കണക്ക്. പക്ഷെ നമ്മളിപ്പോ ഒരു ദിവസത്തേക്ക് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നുള്ളൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കുടിക്കുക. പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കർക്കിടക കഞ്ഞിയാണ്. എനിക്ക് ക്യാമറ ഞാൻ ഇങ്ങനെയാണ് ഇതൊക്കെ എടുത്തു വെക്കണം. ഇങ്ങനെ എന്നോട് ട്രീറ്റ് ചെയ്യണേന്ന്. അവന് കഷ്ടപ്പെട്ട് തേങ്ങാപ്പാലും പിഴിഞ്ഞു കൊടുത്ത് എന്നെ ഉന്തിരുന്നാക്കയാ. ആകെ അറിയാവുന്ന കുറച്ച് കാര്യം എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലെടുത്താൽ പറ്റിയ ഞാൻ പറഞ്ഞു കൊടുത്തതല്ല.